നമസ്കാരം ശ്രീമോൻ. നമസ്കാരം. പുതിയൊരു സീരിയലില് ഇപ്പൊ അഭിനയിക്കുന്നു. മധുമുട്ടത്തിന്റെ സെയിം സ്റ്റോറി തന്നെയാണ്. കെ രാജീവ് സാർ സംവിധാനം ചെയ്യുന്നു. 7 ആർട്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഏത് വേഷമാണ് അതിന് മറ്റേ നാഗവല്ലിയെ നൃത്തം പഠിപ്പിക്കുന്ന നട്ടുവാങ്കം, തമിഴ്നാട്ടിലെ അറിയാം ചരിത്രത്തിലുള്ള ഒരു കഥാപാത്രം അത് തന്നെയാണ് ചെയ്യുന്നത്. എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയ ലെനിൻ രാജേന്ദ്രൻ സാർ സംവിധാനം ചെയ്ത് സ്വാതി എന്നുള്ള ചിത്രത്തിലെ ഞാൻ സെയിം വേഷമാണ് ചെയ്തത്. അന്ന് സുഗന്ധവല്ലിയാണ് നൃത്തം ചെയ്യുന്നത്. ഇപ്പോഴത്തെ ചിത്രത്തിൽ മോഹൻലാലിനോട് അഭിനയിച്ചല്ലോ ആ കുട്ടി രഞ്ജിനി ആയിരുന്നു നൃത്തം ചെയ്യുന്നത്. ഇതിൽ പുതിയൊരു ആർട്ടിസ്റ്റാണ് ചെയ്യുന്നത്. ഇത് നാഗവല്ലിയാണ്. നാഗവല്ലി സെൻട്രൽ ക്യാരക്ടറായിട്ട് രാമനാഥനെ നൃത്തം പഠിപ്പിക്കുന്ന ആശാ ശരത്താണ്. രണ്ട് തമിഴ് സ്റ്റോറിയാണല്ലോ, അറിയാലോ, ചരിത്രമാണ്. തഞ്ചാവൂരാണ്. അതെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു മെഗാ സീരിയലിന്റെ ഇതാവുമ്പോൾ അത്രയും അതെല്ലാം തഞ്ചാവൂരിലാണോ ഷൂട്ട് ചെയ്യാൻ? ഇവിടെ ചിത്രാഞ്ജലിയിലും സെറ്റ് ചെയ്യാന്നുള്ള പ്ലാനാണ്. അപ്പോൾ അതിൽ ഈ സുഗന്ധ പാർവതിയും സുന്ദരലക്ഷ്മിയും തിരുനാളിന്റെ കാലത്ത് തിരുവിതാംകൂറിലെ തിരുവനന്തപുരത്ത് വന്ന നർത്തകിമാരാണ്. അപ്പോൾ അതിൽ സുന്ദരലക്ഷ്മി എന്ന് പറയുന്നത് തിരുനാളിന്റെ ഭാര്യയാണ്. മൂന്നാമത്തെ അമ്മച്ചിയായി വന്ന സ്ത്രീയാണ്. അപ്പോൾ അവർക്ക് പണിയിച്ചു കൊടുത്ത വീടിന്റെ പേര് തഞ്ചാവൂർ അമ്മയുടെ നിന്നാണ്. അത് ഇന്നും അവിടെ മിത്രനികേതൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലം. അപ്പോൾ അതിനെ ഈ കഥയുമായിട്ട് സുഗന്ധവല്ലിയുടെ പൂർവികരായിട്ട് ആണ് അതിലെ ആ കഥയിൽ നാഗവല്ലിയുടെ പൂർവികരായിട്ടാണോ ഇവരൊക്കെ വരുന്നത്? നാഗവല്ലിയിൽ വളരെ ചെറുതിലെ മുതൽ ഏജ് ആയിട്ടുള്ള അത്ര വലിപ്പത്തിലുള്ള ആ സ്റ്റോറി അങ്ങനെ നീണ്ട് മെഗാതിലായിട്ട് പോകാനാണ്. അതിൽ നട്ടുവനായിട്ട് സാർ അഭിനയിക്കുമ്പോൾ അതിൽ നേരത്തെ നമ്മുടെ സോപാനത്തിൽ കാവാലം നാരായണ പണിക്കർ സാറിന്റെ സോപാനത്തിലുള്ള ആ ഒരു ഇതെല്ലാം വളരെ ഉപകരിച്ചു എന്ന്. തീർച്ചയായിട്ടും. പിന്നെ അതിലെ താളം അടിച്ച് പാടുന്നതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എനിക്ക് വളരെ ഉപയോഗിച്ചു. വളരെ അനായാസമായിട്ട് അത് ചെയ്യാൻ സാധിച്ചു. അല്ല, കാവാൽ സാറിനെ ബന്ധപ്പെട്ടിട്ടാണ് എന്നെ സെലക്ട് ചെയ്തത്. സോപാനത്തിൽ വന്നിട്ട് ഞങ്ങളുടെ ജഗന്നാഥൻ ചേട്ടൻ മരിച്ചു വീഴും, SR ഗോപാലകൃഷ്ണൻ, ഞങ്ങൾ 4 പേരാണ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ആ 4 സുഗന്ധവല്ലിയുടെ കൂടെ ഉള്ള ആ സിനിമയിൽ ചെയ്തത്. സ്വാതിരുന്നാൾ സിനിമയിൽ ചെയ്തത്. ഇന്നിപ്പോൾ നമ്മളോടൊപ്പം അദ്ദേഹം ജഗന്നാഥ് സാർ ഇല്ല. അദ്ദേഹവും നല്ലൊരു നർത്തകനായിരുന്നു. അതുകൊണ്ടാണ് ആ കഥാപാത്രങ്ങളുടെ 4 പേരെയും സോപാനത്തിൽ നിന്ന് സെലക്ട് ചെയ്തതാണ്. അദ്ദേഹം പിന്നീട് ചലച്ചിത്ര നടനായി അറിയപ്പെട്ടുവെങ്കിലും ആദ്യകാലങ്ങളിൽ അദ്ദേഹം പ്രൊഫഷണൽ നാടകത്തിൽ പോലും കേരള തിയേറ്റേഴ്സ് പോലെയുള്ള പ്രൊഫഷണൽ നാടകത്തിൽ വളരെ സജീവമായി നിന്നിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം അദ്ദേഹം വളരെ ഞാൻ അഭിനയിച്ചു കൂടെ കഥാപാത്രം സോപാനത്തിലെ. ആ സോപാനത്തിലെ അനുഭവങ്ങളൊന്ന് പറയാം. ആദ്യമായിട്ട് സോപാനത്തിൽ വന്ന അതെ മധ്യമവ്യായോഗം എന്നൊരു നാടകം എനിക്ക് കാണാൻ സാധിച്ചു. 50 വർഷത്തിന് മുന്നെയാണ്. ഞാൻ 50 വർഷമായി കവാൽ സാറിൻ്റെ കൂടെ വന്നിട്ട്. ഇപ്പോൾ എൻ്റെ 50-ാം വർഷമാണ് കവാൽ സാറിൻ്റെ കൂടെ ലോകം മുഴുവനുള്ള നാടക യാത്രയെല്ലാം ഞാൻ ഒരുപാട് പ്രാവശ്യം പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എനിക്കതിൽ ഓർമ്മ പെട്ടെന്ന് വരുന്നത് ഗ്രീസിലൊരു നാടകം ചെയ്യാൻ പോയി. ഇന്ത്യ ഗ്രീക്ക് പ്രോജക്റ്റാണ്. ഡോക്ടർ അയ്യപ്പ പണിക്കർ സാറാണ് എൻ്റെ സ്ക്രിപ്റ്റ്. രാമായണമാണ് ഞങ്ങളുടെ സബ്ജക്റ്റ്. ഇലിയഡും രാമായണവും സെയിം സ്റ്റോറി പോകുന്നതാണ്. ഗ്രീസിലെ ആർട്ടിസ്റ്റുകൾ രാമായണം ചെയ്യുന്നു, ഞങ്ങൾ ഇലിയഡ് ചെയ്യുന്നു. സോപാനത്തിൽ ഇതിഹാസങ്ങളാണ്. അങ്ങനെ ഗ്രീക്ക് പ്രോജക്റ്റ് വളരെ ഗംഭീരമായിട്ട് എല്ലാം പ്ലാൻ ചെയ്ത് ഗ്രീസിൽ 2 ആഴ്ച 15 ദിവസം ഞങ്ങൾ ക്യാമ്പ് ചെയ്തു. കാവൽ സാറും ഇവിടെ നിന്ന് 5 പേരായിരുന്നു പോയിരുന്നത്. അതിൽ ഞങ്ങളെല്ലാം, ഞാനും ഗിരീഷ്, ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. അത് മറക്കാൻ പറ്റാത്ത അനുഭവമാണ്. ഗ്രീസിലെ ഇവിടുത്തെ കോവളം പോലെ അവിടുത്തെ ഒരു ടൂറിസ്റ്റ് സെൻറ്ററിലായിരുന്നു ഞങ്ങളുടെ താമസവും ഈ ഡ്രാമ റിഹേഴ്സലും ഇതൊക്കെ ആയിട്ട്. പിന്നെ അവർ ഇങ്ങോട്ട് വന്നു, ട്രിവാൻഡ്രത്ത് വന്നു, കേരളത്തിൽ വന്നു ഗ്രീസിലെ ആർട്ടിസ്റ്റുകൾ. ഇവിടെ വെള്ളയമ്പലത്ത് കാവൽ സാർ താമസിക്കുമ്പോഴത്തേക്കും ഇവിടെ അയ്യപ്പ പണിക്കർ സാറായിരുന്നു എൻ്റെ ഫുൾ സ്ക്രിപ്റ്റും എൻ്റെ മേൽനോട്ടം വഹിച്ചിരുന്നത്. എന്നാൽ അതൊക്കെ മറക്കാൻ പറ്റാത്ത ഓർമ്മകളാണ് ഗ്രീസിലെ നാടകവും കാര്യങ്ങളൊക്കെ. പിന്നെ അങ്ങനെ പോകുന്നു. സാറിൻ്റെ നാടകങ്ങൾ എന്ന് പറഞ്ഞാൽ ബിയോണ്ട് ലാംഗ്വേജ്, ഭാഷയ്ക്ക് അതീതമായിട്ട് ആർക്കും കർണഭാരം മധ്യമയൊക്കെ പറഞ്ഞു കൊടുക്കാതെ തന്നെ ഓഡിയൻസിന് വളരെ നന്നായിട്ട് മനസ്സിലാകും. റഷ്യയിലൊക്കെ പോയി മോസ്കോയിലൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റും. പിന്നീട് നാടക സോപാനത്തിൽ നിന്നും പിന്നീട് ടെലിവിഷൻ മേഖലയിൽ നമ്മുടെ ഏഷ്യാനെറ്റിൽ മുൻഷി 2 വള്ളത്തിൽ കാല് വെക്കേണ്ടത്. കാരണം നാടകത്തിൽ കിട്ടാതാവുമ്പോഴത്തേക്കും ഫുൾ ടൈം സീരിയലിൽ സിനിമയിൽ പോയി അങ്ങ് പോകുമല്ലോ. അങ്ങനെ ഭരഗോവിച്ചേട്ടനും മേണുച്ചേട്ടനൊക്കെ പോകാറ്. അതേപോലെ പോകുമ്പോൾ ഞങ്ങളൊന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ ഇന്നും സോപാനവും
ഈ ബാലഞ്ചേരി രണ്ടും ഒരുമിച്ച് തന്നെയാണ് കൊണ്ടുപോകുന്നത്. പക്ഷേ ഇടയ്ക്ക് കഴിഞ്ഞിട്ട് മോഹൻലാലിൻ്റെ കർണഭാരം ചെയ്യാൻ വന്നപ്പോഴത്തേക്കും 2 ദിവസമാണ് അവധി തന്നത് മുൻഷിയിൽ നിന്ന്. ബോംബെയിൽ പോയി ചെയ്യുക, അടുത്ത ദിവസം തിരിച്ചെത്തുക. ഒരു ദിവസം പോലും ഇവിടുന്ന് മാറി നിൽക്കാൻ പറ്റില്ല. അങ്ങനെ 15 വർഷം ഞാൻ നിന്നു മുൻഷിയിൽ. 15 വർഷം 8000 എപ്പിസോഡ്. മുൻഷിയിൽ 2-3 കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ആദ്യം പണിക്കർ സാർ എന്നൊരു ക്യാരക്ടർ, സ്കൂട്ടറിൽ വരുന്ന ചാർലി ചാപ്ലിൻ്റെ മോഡൽ. പിന്നെയാണ് മുൻഷി മരണപ്പെട്ടപ്പോഴത്തേക്കും ഹിന്ദി സാറല്ലേ കുറുപ്പ് സാർ വന്നപ്പോഴത്തേക്കും വേറൊരു മുൻഷിയായിരുന്നു. വേറൊരു മുൻഷി വന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം മരണപ്പെട്ടപ്പോഴാണ് ഞാൻ 3ാമത് മുൻഷിയായിട്ട് വന്നത്. എനിക്ക് പൃഥ്വിരാജിൻ്റെ ഒരു ഫിലിം കിട്ടി, മറ്റേ അഞ്ജലി മേനോൻ ബാംഗ്ലൂർ ഡേയ്സൊക്കെ ചെയ്തില്ലേ, അഞ്ജലി മേനോൻ്റെ ഒരു ഫിലിമിന് മുൻഷിയുടെ അതേ ക്യാരക്ടർ. അത് കണ്ടിട്ടാണ് എന്നെ സെലക്ട്. ഒരു കാരണവരാണ് സിനിമയിൽ പാർവതിയുടെ അപ്പൂപ്പനായിട്ട്. പൃഥ്വിരാജ് പാർവതിയെ സ്നേഹിക്കുന്നു, പൃഥ്വിരാജ് വിളിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് ഞാനാണ് തടുക്കുന്നതൊക്കെ. അതിൽ നല്ലൊരു വേഷമായിരുന്നു. കൂടെ നിന്നായിരുന്നു സിനിമയുടെ പേര്. ഊട്ടിയിലായിരുന്നു. അപ്പോൾ 15 ദിവസം എനിക്ക് മാറണം ഇവിടുന്ന്. നാടകരംഗത്താണെങ്കിലും ഈ മലയാള സിനിമയിലെ മഹാപ്രതിഭകൾക്കൊപ്പം ഒരു ഒരുമിച്ച് സഹകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു വലിയ സന്തോഷം, ഭാഗ്യമാണ്. ഗോപിച്ചേട്ടനൊന്നും മറക്കാൻ പറ്റില്ല. ഗോപിച്ചേട്ടൻ്റെ കൂടെ ഒറ്റയാണെന്ന നാടകം ഞങ്ങൾ ബോംബെയിൽ നാടകം നാഷണൽ സെൻറ്റർ ഓഫ് പെർഫോമിംഗ് ആർട്സ് NCPA ബോംബെയിൽ സംഘടിപ്പിക്കുന്ന നാടകോത്സവത്തിൽ ഞങ്ങൾ ഒറ്റയാൻ അവതരിപ്പിക്കുന്നു. ഒറ്റയാനായിട്ട് ഗോപിച്ചേട്ടനാണ് ചെയ്യുന്നത്. ഞങ്ങൾ ഗോപിച്ചേട്ടൻ്റെ കൂടെ അഭിനയിക്കുന്നവർ. അത് കഴിഞ്ഞ് കൊച്ചിയിൽ ഗോപിച്ചേട്ടൻ ഇറങ്ങുന്നു. പുള്ളി ഫ്ലൈറ്റിലും വന്നു. ഞങ്ങൾ ട്രെയിനിൽ 10-20 പേരുണ്ട്. ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേക്കും അതേ മരണ വാർത്തയാണ് ഞങ്ങൾ അറിയുന്നത്. ഒരുമിച്ച് അഭിനയിച്ചിട്ട് പുള്ളി വന്നതാണ്. അതുവരെ ഇവിടെ റിഹേഴ്സലിനൊക്കെ നിന്ന് ഒറ്റയാൻ. അല്ല, അസുഖം ഉണ്ടാവുന്നതല്ല. സ്റ്റോക്ക് വരുന്നു. ഒരു സിനിമയ്ക്ക് ഐസ്ക്രീം എന്ന സിനിമയ്ക്ക് ഈ യാത്ര കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് അദ്ദേഹത്തിന് ഈ അസുഖം വരുന്നത്. അതെ. അപ്പോൾ അതൊക്കെ വളരെ വേദനാജനമായിരുന്നു അവരുടെ മരണ വാർത്തയൊക്കെ. ഗോപിച്ചേട്ടൻ അഭിനയിച്ചു. 2 നാടകങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. തിരുമുടി എന്ന് ഒരു നാടകം, തിരുമുടി എന്ന് പറഞ്ഞു ഗോപിച്ചേട്ടൻ ഞങ്ങളുടെ സോപാനത്തിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുമല്ല, വേണിച്ചേട്ടന് വലിയ കൊതിയായിരുന്നു. ഒരുപാട് വേണിച്ചേട്ടന് വലിയ കൊതിയായിരുന്നു. കുഞ്ചൻ നമ്പിയായിരുന്നു നാടകം ചെയ്യുന്നത്. ഭയങ്കര കൊതിയായിരുന്നു. സമയം കിട്ടിയില്ല. സമയം കിട്ടാതെ നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു. കുഞ്ചൻ നമ്പിയായിരുന്നു. അത് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. വലിയൊരു വിഷമത്തോടു കൂടിയാണ്. വേണിച്ചേട്ടനോട് ഞാൻ കടമ്പയിലാണ് അഭിനയിച്ചത്. കണ്ടുപിടിച്ചേട്ടൻ ഒരുപാട് സ്റ്റേ ചെയ്തു. അവനവൻ കടമ്പ കുറേ സ്റ്റേ ചെയ്തു. മോഹൻലാലിൻ്റെ കർണഭാരം ഞാൻ ഇന്ദ്രനായിരുന്നു കർണഭാരത്തിൽ. ലാല് കർണനായിട്ട് 2 സ്റ്റേജാണ്. ബോംബെയിലും ഡൽഹിയിലും 2 സ്റ്റേജ് ചെയ്തു. എന്തായാലും മലയാളത്തിലെ ഒരു വലിയൊരു സിനിമയുടെ ഒരു വ്യത്യസ്തമായ ഒരു സീരിയലാണ് ഇനി വരാനിരിക്കുന്നത്. സൂര്യ TV വരാനിരിക്കുന്നത്. എന്നാൽ അവിചാരിതമായിട്ട് ഇന്ന് നമ്മുടെ മണലിക്കര മണ്ഡലത്തിലെ നാരായണ ചേട്ടൻ്റെ വീട്ടിൽ വെച്ച് ചേട്ടനെ കണ്ടപ്പോഴേ ഇങ്ങനെ ഒരു കുറേ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനൊക്കെ കഴിഞ്ഞു. എനിക്ക് ഓർമ്മകളൊക്കെ കുറേ ഓർമ്മകൾ പങ്കിടാൻ. എന്തായാലും വളരെ സന്തോഷം. എല്ലാ ആശംസകളും. താങ്ക് യു.